വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലേക്കും കൂടി ഉണ്ടാവും. അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കബ്സ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു അറബിക് റൈസാണ്. അറബിക് റൈസ് നമ്മളൊന്ന് മലയാളീകരിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് എരിവുള്ളതല്ല ഇഷ്ടം, അപ്പോൾ കുറച്ച് എരിവ് ചേർക്കുന്നുണ്ട്. ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം വലിയൊരു ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി ഒന്ന് ജ്യൂസാക്കി എടുത്തത്, മിക്സിയിലിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുത്തത്, വെള്ളം ചേർക്കാതെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ ഞാൻ കുറച്ച് 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കർ വെച്ചു, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പട്ടയും ഗ്രാമ്പും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അത് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്തെടുക്കണം. ഹോൾ കുരുമുളകാണ് കേട്ടോ, പൊടിക്കാത്ത കുരുമുളകാണ്. അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമല്ലിയാണ്, അതും കൂടെ ഒന്ന് ഇത് ഓപ്ഷനിലാട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് മല്ലിയും കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, ടീസ്പൂൺ 1 ടേബിൾ സ്പൂണിൽ 1/2 ടീസ്പൂൺ മല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് പൊട്ടിയതിന് ശേഷം ഉള്ളിയും വല്ലുള്ളി നീളത്തിൽ അരിഞ്ഞതും പിന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴറ്റുമ്പോൾ ഒരുപാട് അങ്ങ് വഴന്ന് പോവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഉള്ളി വാടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും തന്നെ ഒരുപാട് ചതഞ്ഞ് പോകുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാലും മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഓപ്ഷനിലാട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണ്. 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കബ്സ മസാലയാണ്, അപ്പോൾ അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ജ്യൂസ് ആക്കി വെച്ച ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അപ്പോൾ നിങ്ങൾ അതും കൂടി മറക്കാതെ ചേർത്ത് കൊടുക്കുക. ഇത് കഴുകി ഊറ്റി വെച്ച ചിക്കനാണ്. ഇതും കൂടി ആ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. ഇത് ചേർത്താൽ കബ്സക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇത് ബീഫിൻ്റെയൊക്കെ നെയ്യാണ് കേട്ടോ. ബീഫിൻ്റെ നെയ്യ് ചേർത്താൽ കബ്സക്ക് നല്ല ടേസ്റ്റാണ്. ബീഫിൻ്റെ നല്ല മട്ടൻ്റെതായാലും മതി, ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ വരും. ചിക്കൻ കബ്സ ആണെങ്കിലും ആ ബീഫിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഈ ഒരു കബ്സയ്ക്ക് വരും. അപ്പോൾ അധികം ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ ഇനി കബ്സ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് 1 കിലോ റൈസ് ഉണ്ട്. ഇത് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഊറ്റി വെച്ചതാണ്. ഇനി ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ്. ഒരു 75% വെന്താൽ മതി, ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട. ഇത് കുക്കറിലിട്ടിട്ട് നമ്മൾ ഒരു വിസിലടിപ്പിക്കുന്നുണ്ട്, അപ്പോൾ ബാക്കി അങ്ങനെയും കൂടെ വെന്തോളും. പിന്നെ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ കടിക്കരുത്, ഉള്ളിലിങ്ങനെ ആ അരി ഇങ്ങനെ കടിക്കരുത്, വെന്ത പോലെ തന്നെ ആവണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അരി വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് ചിക്കൻ എന്തായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേവട്ടെ, ചിക്കൻ അങ്ങനെ വെന്ത് പോകേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റോളം മാത്രം വേവിച്ചാൽ മതി. അരി ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ട് നേരെ നമുക്ക് ചിക്കൻ്റെ മസാലയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും ചിക്കനൊക്കെ ഏകദേശം വെന്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് തന്നെ റൈസ് നേരെ തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാതെ വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എല്ലാ റൈസും അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുകളിൽ ഒരു 2-3 പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ ഒരു സ്മെല്ല് റൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് പച്ചമുളക് വെച്ച് കൊടുക്കുക കേട്ടോ.
ഇനി പച്ചമുളകും കൂടെ മുകളിൽ വിതറി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ വിസിലടിപ്പിക്കാൻ വെക്കാം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിലടിപ്പിക്കുക. ഇപ്പോൾ കുക്കർ ഞാൻ വിസിലടിപ്പിക്കാൻ വെച്ചു. ഇനി അതിലേക്ക് കോമ്പിനേഷനായിട്ട് ഒരു ചമ്മന്തി കൂടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 പീസ് വലിയുള്ളി, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. അത്യാവശ്യം എരിവ് ഉണ്ടാവുന്നതാണ് ഈ ഒരു ചമ്മന്തിക്ക് ടേസ്റ്റ്. പിന്നെ ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ടങ്ങ് അരഞ്ഞു പോകണ്ട, എന്നാലും അത്യാവശ്യം അരിയും വേണം. അങ്ങനെ ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുന്നതാവും ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. കളറും കിട്ടുക. നല്ല പഴുത്ത തക്കാളി എടുക്കുമ്പോഴാണ് നല്ല കളർ കിട്ടുക. ടേസ്റ്റ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷേ കളർ ഇട്ടണമെങ്കിൽ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം. ഞാനിപ്പോഴത്തെ തക്കാളി കുറച്ച് പഴുപ്പ് കുറവാണ്, അതുകൊണ്ട് തന്നെ കളറ് കുറച്ചൊരു കുറവുണ്ട്. ഇനി ചമ്മന്തിയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളെടുക്കുന്ന ചമ്മന്തിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വിനാഗിരിയും ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് റൈസ് എന്തായിട്ടുണ്ടോ നോക്കാം. അതിൻ്റെ ഇടയിൽ വിസിലടിച്ചിരുന്നു, അപ്പോൾ ഓഫ് ചെയ്തു. എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്ന് നോക്കാം. അത് തുറന്ന് നോക്കി ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലത്തെ പച്ചമുളക് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ എടുത്ത് ഒഴിവാക്കാം, അല്ലെങ്കിൽ റൈസൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ റൈസ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ചിക്കനൊക്കെ ഉടയാതെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു വലിയ പാത്രം തന്നെ എടുക്കുക, അതാവും ഒന്നും കൂടി എളുപ്പം. ഇപ്പോൾ ചോറൊക്കെ എടുത്ത് മാറ്റി. ചോറ് ഫുള്ള് കിട്ടിയിട്ടില്ല, അതിൻ്റെ താഴെ ഇങ്ങനെ ചിക്കൻ കാണുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഞാൻ ചെമ്പിലേക്ക് തട്ടുകയാണ്. ചിക്കൻ പീസസ് എല്ലാം ഞാൻ റൈസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു തടിൻ്റെ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുലുക്കിയിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഫ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഫ്സ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മാൻ്റെ റെസിപ്പി കൂടുതലും ഞാൻ ഫോളോ ചെയ്യൽ. ഉമ്മ നല്ലൊരു കുക്കാണ്. ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കൂടുതലും ഉമ്മാൻ്റെ റെസിപ്പീസ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ ടേസ്റ്റുള്ള ചിക്കൻ കഫ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബീഫിൻ്റെ നെയ്യ് ഇടൽ അത് ഓപ്ഷണലാട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിക്കൻ്റെ തന്നെ നെയ്യ് ഉണ്ടാവുമല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ ചെയ്യൽ. ചിക്കൻ്റെ ഒക്കെ നെയ്യ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ, എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക ചെയ്യൽ. ഒരു പ്രാവശ്യമെങ്കിലും ഈ കഫ്സ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കഫ്സ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിക്ക് കോമ്പിനേഷനായിട്ട് ഈ ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കി നോക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു കോമ്പിനേഷനും ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്